റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാം. ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് ഗോതമ്പ് പൊടിയും പിന്നെ പഴവും ചേർത്തിട്ടാണ് ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. റെഡിയാക്കിയിട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒട്ടും പാടില്ല, നല്ല ഈസി ആയിട്ട് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാന്ന്. റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കുള്ള ഗോതമ്പ് പൊടി കേട്ടോ. കാരണം ഇവിടെ ഞങ്ങൾ ഇന്ത്യൻ കടയിലേക്ക് പോയിട്ട് നമ്മൾ സാധാരണ നമ്മൾ ഗോതമ്പ് പൊടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങുമ്പോൾ അത് ശരിക്കാണ്ട് ഗോതമ്പ് പൊടി ആയിരിക്കില്ല, അതിനകത്ത് മൈദയും കൂടിയിട്ട് മിക്സ് ചെയ്തതായിരിക്കും. പക്ഷേ ഇവിടെ അമേരിക്കൻ കടയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ബേക്കിംഗ് സെക്ഷനിൽ നല്ല ഗോതമ്പ് പൊടി ഇരിക്കുന്നുണ്ടാവും. ആ ഗോതമ്പ് പൊടിയുടെ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. കുറച്ചിങ്ങനെ നല്ല ഡാർക്ക് കളറായിട്ട് ഇരിക്കുകയും ചെയ്യും. പൊടിക്ക് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കാൻ എടുക്കുന്ന ഏത് ടൈപ്പ് ഗോതമ്പ് പൊടി ആയിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഗോതമ്പ് പൊടി ഞാനിവിടെ ഇതേപോലത്തെ ഗ്ലാസ്സിലാണ് അളവെടുക്കുന്നത്. ഈ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് പാല് വേണം. പാല് ഇപ്പോൾ പശുമ്പാലായിരുന്നാലും കുഴപ്പമില്ല, തേങ്ങാപ്പാലായിരുന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പാല് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ചേർത്താലും കുഴപ്പമില്ല. കാച്ചിയ പാലായിരുന്നാലും കുഴപ്പമില്ല, കാച്ചാത്ത പാലായിരുന്നാലും കുഴപ്പമില്ല. പാല് ഞാനിവിടെ ഈ ഗ്ലാസ് പാലാണ് എടുക്കുന്നത്. അത് ഞാൻ എടുക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഇതേപോലത്തെ ഒരു പഴം എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ റോബസ്റ്റോളാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് റോബസ്റ്റോളം കുറച്ചും കൂടി ഭയങ്കര വലിപ്പമുള്ളത് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. കാരണം ഇവിടെ ചില കടയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങണ റോബസ്റ്റോളം ഭയങ്കര വലുതായിരിക്കും. ഇത് അത്രയ്ക്ക് വലിയ പഴമല്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് ചേർക്കുന്നത്. ശർക്കര ഞാനിവിടെ ഇതേപോലത്തെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത് ഒരു 70 ഗ്രാം ശർക്കരയുണ്ട്. ഈ ശർക്കര ഒന്ന് പൊടിച്ചിട്ട് എടുക്കണം. പിന്നെ നിങ്ങൾ ഈ അളവ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പൊടിക്കാണ്ട് എടുത്തത്. പിന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂൺ റവയും വേണം. ഞാനിവിടെ വറുക്കാത്ത റവയും എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഇത് മിക്സിയിലിട്ടിട്ട് നരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഇതിലേക്ക് ഒരു പഴം ചേർക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ റോബസ്റ്റോളം ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചെറുപഴം ഉണ്ടല്ലോ, ചെറുപഴം ചേർത്താലും കുഴപ്പമില്ല. ചെറുപഴമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 ചെറുപഴം ചേർക്കാം. ഇതിലേക്ക് ശർക്കര ചേർക്കാം. ശർക്കര ഞാനിവിടെ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ഗ്ലാസ് പാല് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് കറക്കിയെടുക്കാം. ഇപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർക്കാം. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. ഒരു ഏകദേശം അളവിൽ എടുക്കുക. അത് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കണ പോലെ അങ്ങനെ കറക്റ്റ് ഒരു അളവ് അത്രയ്ക്ക് അങ്ങോട്ട് വേണമെന്നില്ല. പക്ഷെ നമ്മൾ ആ പഴം കൂടി മിക്സ് ചെയ്ത് വെച്ചത് നമ്മൾ ചേർക്കുമ്പോൾ ഒരിത് അളവൊന്നും ശരിയായില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പൊടി നമ്മൾ കുഴച്ചിട്ട് എടുക്കുമ്പോൾ വെള്ളം കൂടും. അര ഗ്ലാസ് കൂടിയും ചേർക്കാം. ഇനി അതിലേക്ക് 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ചേർത്തേക്കുന്നത്. ഇനി 1.5 ടേബിൾ സ്പൂൺ റവ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ പഴം മിക്സിയിലിട്ടിട്ട് അരച്ച് വെച്ചിട്ടില്ലേ, അത് ചേർക്കാം. അത് നിങ്ങൾ ചേർക്കുമ്പോൾ ഒറ്റയടിക്ക് ചേർക്കണ്ട. കാരണം ഇപ്പം നമ്മൾ അങ്ങനെ എടുത്തേക്കണ പൊടിയുടെ അളവിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടുമല്ലോ. അത് ചേർക്കാം. ഞാനിതിലേക്ക് നമ്മൾ അരച്ചെടുത്തേക്കുന്നത് മുഴുവനും ചേർത്തിട്ടുണ്ട്. ഇനി ഇൻ കേസ് നിങ്ങൾ ഇതിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടുതൽ പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതനുസരിച്ചൊരു ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഒരു ഏകദേശം അളവിൽ ഇത്രയ്ക്ക് ഇടുക. പിന്നെ വെള്ളം കൂടുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക.
നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ നമുക്ക് കുഴച്ചിട്ട് എടുക്കണം. ഇപ്പോൾ ഇതിനകത്ത് നനവൊക്കെ നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇത് ഇതേപോലെ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതോടെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് വരികയും ചെയ്യും. പിന്നെ ഇതിലേക്ക് നമ്മൾ റവയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് മയമായിട്ട് വരണം. അപ്പോൾ ഇത് തുറന്ന് വയ്ക്കേണ്ട, മൂടി വയ്ക്കുക. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ നിന്ന് ഓരോ ചെറിയ ഉരുളയാക്കിയിട്ട് എടുത്തിട്ട് നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ട് നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കില്ലേ, പൂരിയുടെ ഷേപ്പിൽ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ ഓരോ ചെറിയ ബോളാക്കിയിട്ട് എടുക്കുക. ഇത് പരത്തുമ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് വിതറി കൊടുക്കുക. ഇത് എന്തോരം കനം കുറച്ചിട്ട് പരത്താൻ പറ്റുമോ അത്രയ്ക്ക് കനം കുറച്ചിട്ട് പരത്താം. നല്ല കനം കുറച്ച് പരത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ പൊന്തി നന്നായിട്ട് കൊമളച്ച് വരും. അപ്പോൾ ഇത് ഞാനിവിടെ നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് കറക്റ്റ് നല്ലൊരു റൗണ്ട് ഷേപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഇതേപോലെ ഒരു ഡബ്ബയുടെ മൂടി എടുത്തിട്ടുണ്ട്. ഈ മൂടിയുടെ ഷേപ്പിൽ അത് ഇതേപോലെ ഇങ്ങനെ പരത്തിയിട്ടിക്കുക. അപ്പോൾ നമുക്ക് ഷേപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനിയിപ്പോൾ ഷേപ്പ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പരത്തിയിട്ട് കിട്ടുന്ന ഷേപ്പിൽ തന്നെ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നീക്കി വയ്ക്കുക. ഈ ബാക്കിയുള്ളതെല്ലാനും ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ടെടുക്കുക. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഇങ്ങനെ നല്ല കനം കുറച്ചിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പൂരി ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കില്ലേ, അതേപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇനി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. നമ്മൾ പൂരിക്ക് വറുത്തെടുക്കണ പോലെ ഓയിലിൽ മുക്കി പൊരിച്ചിട്ട് എടുക്കണം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കണം. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇത് ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ ഓയിലേക്ക് ഇട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അടിയിലാണ് പോയിട്ട് പെട്ടെന്നാണ് പൊന്തി വരണം. ഇവിടെയായിരിക്കും നന്നായിട്ട് ചൂടായിട്ടുള്ളത്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് ഓയിലിൽ ഇട്ട് കൊടുക്കുക. തീ കുറച്ച് വയ്ക്കേണ്ട, തീ നന്നായിട്ട് കൂട്ടി തന്നെ വയ്ക്കാം. അതേപോലെ കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. മറ്റേ സൈഡ് തിരിച്ചിടാം. പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും. തീ എപ്പോഴും നന്നായിട്ട് കൂട്ടി തന്നെ വയ്ക്കാം. രണ്ട് സൈഡ് തിരിച്ച് മറിച്ചിട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് ഓയിലിനൊക്കെ മാറ്റാം. അത് നമ്മൾ നല്ല കനം കുറച്ച് പരത്തിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവരും. ഇങ്ങനെ വറുത്തെടുക്കുമ്പോഴായിരുന്നാലും ഒട്ടും ഓയിലൊന്നും കുടിക്കില്ല. ഇതിലേക്ക് നമ്മൾ ഓയിൽ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നമ്മൾ റവ ചേർത്തിട്ടുണ്ടല്ലോ. നമ്മൾ എന്ത് സാധനം നമ്മളിങ്ങനെ വറുത്തിട്ടെടുക്കുമ്പോൾ തരിയുള്ള എന്തെങ്കിലും ഒരു സാധനം അതിൻ്റെ കൂടെ വേണം. അപ്പോൾ നമ്മൾ വറുത്തിട്ടെടുക്കുമ്പോൾ ഓയിൽ കുടിക്കില്ല.
ഇതേപോലെ ഇങ്ങനെ ഓയിൽ കുറച്ചിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ ഏറ്റവും ആദ്യം ഇട്ടത് അത്രയ്ക്കാണ് പൊന്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് നമ്മളിപ്പോൾ എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴായിരുന്നാലും, ഇപ്പോൾ നമ്മൾ വെള്ളയപ്പോ എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴായിരുന്നാലും ഒരു ചൂട് ഒന്നങ്ങോട്ട് ശരിയായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും 1 2 എണ്ണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നീട് അതങ്ങോട്ട് ശരിയായിട്ട് വരും. പിന്നെ ചിലപ്പോൾ നമ്മൾ കുറേ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിയാവാണ്ട് വരികയും ചെയ്യും. അപ്പോൾ അത് ചൂട് ഒരുപാട് കൂടിയിട്ടുണ്ടെങ്കിലും അങ്ങനെ വരും. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എടുത്തിരുന്ന മാവ് മുഴുവനും ഞാൻ ഇതേപോലെ ഇങ്ങനെ പരത്തി ഫ്രൈ ചെയ്ത് എടുത്തിട്ടില്ല, പകുതി മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ ഒരു 11 എണ്ണമാണ് ഞാൻ ഇതേപോലെ ഇങ്ങനെ വറുത്തിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു പകുതിയും മാവിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് മാവ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു 20 അല്ലെങ്കിൽ 22 എണ്ണം ഉണ്ടാക്കാനുള്ള മാവുണ്ടാവും. പിന്നെ ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. എന്നാലും ഇത് എന്താ പറയുക, എന്നാൽ തണുത്ത പോലെയൊന്നും ആയിട്ടൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇതിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് ചൂടാറി കഴിഞ്ഞാലും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റായിരിക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിങ്ങനെ വെറുതെ ഇരുന്ന് നമ്മൾ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എത്ര എണ്ണം കഴിച്ചാലും നമുക്ക് മതിയാവില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇന്നിവിടെ നല്ല തണുപ്പാട്ടോ. പുറത്ത് ഞാനിവിടെ കോഴിക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വെള്ളമൊക്കെ ഐസായിട്ടാണ് ഇരിക്കുന്നത്. മരത്തിൻ്റെ ഇലകളൊക്കെ കുറേയൊക്കെ വീണ് കഴിഞ്ഞിട്ടാണ്. ഇന്നിവിടെ ഉച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസ് വീഴുന്നുണ്ട്. ഇവിടെ ഐസ് വീഴുന്നതിന് സ്നോ വീഴാന്നിട്ട് പറയാം. അങ്ങനെ ഐസ് പോലെയല്ല വീടാം, ഇങ്ങനെ പഞ്ഞി പോലെ വീടാം. അതുകൊണ്ട് തന്നെ സ്നോ എന്നാണ് പറയുന്നത്. ഈ മരത്തിൻ്റെ ഇലകളൊക്കെ വീണു. ഇനിയും കുറേ വീഴാൻ വേണ്ടി കിടക്കുന്നുണ്ട്. നല്ല തണുപ്പുണ്ടെന്ന്. ഞാനപ്പോൾ രാവിലെ കോഴീനെ അയച്ചിടാൻ വേണ്ടിയിട്ട് വന്നതാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പക്ഷേ കോഴികൾക്ക് അങ്ങനെ തണുപ്പ് കുഴപ്പമില്ല. പിന്നെ നല്ല തണുപ്പുള്ളതുകൊണ്ട് തന്നെ കോഴികൾക്ക് വെള്ളം പതുക്കെ ഒന്ന് ചൂടായിട്ടുള്ള വെള്ളം കൊടുക്കാം. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അത് കട്ടയാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെച്ച് കൊടുക്കും. പക്ഷെ തണുപ്പ് കുഴപ്പമില്ല, തണുപ്പത്തവരെയും തണുപ്പ്